എസും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ എവിടെ വരെ എത്തി? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബംഗാൾ, തമിഴ്നാട്, കേരളം ഇലക്ഷനിൽ തട്ടി നിൽക്കുകയായിരുന്നു. അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് സർ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തേക്കാൾ വലിയ യുദ്ധമാണ് വേണുഗോപാലും സതീശനും രമേശ് ചെന്നിത്തലയും കൂടി നടത്തുന്നത്. മിക്കവാറും ഒരു അന്താരാഷ്ട്ര ഏജൻസി ഇടപെടേണ്ടി വരും. ഇപ്പം ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഫ്ലക്സൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നപ്പോൾ ഫ്ലക്സൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. കൂടുതൽ ഫ്ലക്സുകൾ വന്നിട്ടുണ്ടോ എന്ന് സംശയം. എല്ലാവരും ഈ സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ സതീശനെയാണ് സപ്പോർട്ട് ചെയ്യണം. അതെന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ നമുക്ക് ഇറാനിലേക്ക് പോവാം. ഇറാനിൽ പ്രശ്നം രൂക്ഷമാവുകയാണ്. ഇതുവരെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വളരെ ഒരു നിരീക്ഷകരുടെ റോളിൽ മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് അമേരിക്കനും ചീത്തയും പറയുന്നു. നാറ്റോ ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾക്ക് താല്പര്യമില്ല, യുദ്ധത്തിലൊന്നും താല്പര്യമില്ല എന്നാണ് ബ്രിട്ടനും പിന്നെ ഫ്രാൻസും പറഞ്ഞിരുന്നത്. അവർ പ്രസിഡൻറ്റ് ട്രംപിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതാ ഇന്നലെ കേൾക്കണു, ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ഒരു കപ്പൽ, അവരുടെ ഏക വിമാനവാഹിനി കപ്പലാണ് ചാൾസ് ഡിഗോൾ. അത് ഇവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഹോർമുസ് സ്ട്രേറ്റിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള HMS ഡ്രാഗൺ, വിമാനവാഹിനി കപ്പലല്ല, അത് ഡിസ്ട്രോയറാണ്. ഈ ആൻറ്റി മിസൈൽ സിസ്റ്റമൊക്കെ ഉള്ള ഒരു ഡിസ്ട്രോയറാണ് ഡ്രാഗൺ. ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ കഴുകന്നോ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. അതും ഹോർമസ് സ്ട്രേറ്റിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹോർമസ് സ്ട്രേറ്റും സുരക്ഷിതമാക്കുക, ഹോർമസ് കടലെടുക്ക് സുരക്ഷിതമാക്കുക. അതുവഴി കടന്ന് പോകുന്ന കപ്പലുകൾക്ക് നേരെയൊക്കെ ഇറാൻ പട്ടാളക്കാർ ചെറിയ ചെറിയ മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഈ അതിൽ കൊച്ചു കൊച്ചു ബോട്ടുകളിലെല്ലാം പോയിട്ട് ആക്രമിക്കും. അതില്ലാതാക്കാനായിട്ട് അവർ ഫ്രാൻസും പിന്നെ ബ്രിട്ടനും സംയുക്തമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവർ നടത്തുന്ന പ്രസ്താവനകളിൽ മുഴുവനും ട്രംപിനോടുള്ള വിരോധം കുറഞ്ഞു വരികയും ഇറാനോടുള്ള വിരോധം കൂടി വരികയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അമേരിക്ക വളരെ റീസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്യം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇഷ്യൂ. ഇസ്രായേലും അതെ. പക്ഷേ ഇവർ ശരിയാവില്ല, ഇറാൻ ശരിയാവില്ല. അവർ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇറാൻ്റെ ഭരണകൂടം മൊത്തം ഭ്രാന്തന്മാരാണ്, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതുകൊണ്ടാണ് തനിക്ക് വളരെ ആശങ്കയുള്ളത്. ഇറാൻ്റെ കയ്യിലുള്ള അണുബോംബ് എപ്പോൾ വേണമെങ്കിലും അവർ അമേരിക്കയ്ക്കെതിരെ മാത്രമല്ല ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങൾക്കെതിരെ അവർ പ്രയോഗിക്കും. ഹോട്ട് ഹെഡഡ് ആയിട്ടാണ്, റിലീജിയസ് അലേർട്സ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവർ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപിന് യൂറോപ്യൻ യൂണിയൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും വേറൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയിലെ ഒരു ഡിഫൻസ് തിങ്ക് ടാങ്ക് ഉണ്ട്. ഞാൻ അതിൻ്റെ ഏജൻസിയുടെ പേര് ഓർക്കുന്നില്ല. അതിൻ്റെ പേര് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അതായത് അണ്വായുധ നിയന്ത്രണ നിരോധനം കരാറ് വളരെ എല്ലാ രാജ്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന ഒരു ഏജൻസിയാണ്. അവരുടെ ഒരു പഠനം മനസ്സിലാക്കിയിരിക്കുന്നത് ഇറാനിൽ ബുഷേർ എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയർ റിയാക്ടറുണ്ട്. ബുഷേർ, BUSHER, ബുഷേർ. അപ്പോൾ ഈ റിയാക്ടറിലെ സ്പെൻറ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞ ഫ്യൂവൽ, അതിനകത്ത് പ്ലൂട്ടോണിയം ഉണ്ട്. ഈ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ഇറാൻ്റെ കയ്യിലുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാൻ 200-ലധികം അണുബോംബ് നിർമ്മിക്കാനുള്ള കഴിവ് ഇപ്പോൾ തന്നെയുണ്ട്. അത് എത്രയും വേഗം ആ പ്ലൂട്ടോണിയം ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്കോ അതല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏജൻസിക്കോ കൈമാറണം എന്നാണ് അമേരിക്കയിലെ ഈ ഡിഫൻസ് വിദഗ്ധന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ലോക സുരക്ഷിതത്വം തന്നെ അപകടത്തിലാവും. ഈ അവരുടെ ഒരു വലിയ ഈ ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, ഹെൻറി സൊക്കോൾസ്കി എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം ബുള്ളറ്റിൻ ഓഫ് ആറ്റംസ്
ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻസ് എന്ന ജേണലിൽ എഴുതിയിട്ടുണ്ട് എത്രമാത്രം ബോംബുകൾ 200-ലധികം ബോംബുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലൂട്ടോണിയം ഇറാൻ്റെ കൈവശമുണ്ട്. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസിയുമായിട്ട് ഇറാൻ സഹകരിക്കുന്നില്ല. അവരുടെ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒന്നും പരിശോധിക്കാനായിട്ട് അവർ സഹകരിക്കുന്നില്ല. അത് മാത്രമല്ല, ഇതിനു മുമ്പ് IAEA ഇൻസ്പെക്ടർമാർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞെങ്കിലും ആ പരിശോധന ഇപ്പോൾ തുടർച്ചയായിട്ട് ഉണ്ടാവില്ലല്ലോ. ഒരു തവണ പരിശോധിച്ച് പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പരിശോധന ടീം വരിക. അതിനിടയ്ക്ക് അവർ പ്ലൂട്ടോണിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉപഗ്രഹങ്ങളുടെ കണ്ണിൽപ്പെടാതെ, അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായ വേറെ എവിടേക്കോ ആ പ്ലൂട്ടോണിയം മാറ്റിയിട്ടുണ്ട്. ആ പ്ലൂട്ടോണിയം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം പ്ലൂട്ടോണിയം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ആണവ ബോംബ് നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നതാണ്. അതായത് ഇവരുടെ കയ്യിൽ ഇത് ഉണ്ട് എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടോ? അവർക്ക് ബോംബ് നിർമ്മിക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ അവർക്കുണ്ട് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ പ്ലൂട്ടോണിയം ഉണ്ട്. അവരുടെ ശാസ്ത്രജ്ഞന്മാർ വെറുതെ ഇരിക്കുകയല്ല, പ്ലൂട്ടോണിയം വെച്ച് അവർ ബോംബ് ഉണ്ടാക്കും. ഇത് നമ്മളാരും ഞാനോ അതല്ലെങ്കിൽ പ്രജിതയോ ഒന്നും പോയി കണ്ടിട്ടില്ല. ഇത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വൈദഗ്ധ്യം നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, പണ്ടൊക്കെ ഈ RDX ഇല്ലേ, നമ്മുടെ രാജീവ് ഗാന്ധിനെ വധിക്കാൻ ഉപയോഗിച്ച RDX ഇല്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ എത്രമാത്രം RDX ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ഗവൺമെൻറ്റിന് അറിയാം. ആരാണ് മേടിക്കലെന്ന്. കാരണം അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ വളരെ സുരക്ഷിതത്വം പാലിച്ചിട്ട് വേണം കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട്. എത്രയോ ഡോക്യുമെൻറ്റ്സിൽ എഴുതണം. സ്വകാര്യ വ്യക്തികൾക്കൊന്നും RDX കിട്ടൂല. അപ്പോൾ എന്നിട്ട് രാജീവ് ഗാന്ധിനെ വധിക്കാൻ RDX ഉപയോഗിച്ചല്ലേ, അവരെങ്ങനെയോ കൊണ്ടുവന്നാണ് എവിടെ നിന്ന് വെച്ച്. അതേപോലെ നമ്മുടെ ബോംബെ സീരിയൽ സ്ഫോടനം നടന്നു ഈ രാമജന്മഭൂമി തർക്ക വിഷയത്തെ തുടർന്ന്. അതിവിടെ എത്തിയപ്പോൾ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ വൻ സ്ഫോടന പരമ്പര നടക്കാൻ സാധ്യതയുണ്ട്, ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ RDXൻ്റെ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അന്ന് ഭരിച്ചിരുന്ന ആൾക്കാർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് സ്ഫോടനം ഉണ്ടായി. 100-600 പേര് ബോംബെയിൽ മരിച്ചുല്ലോ സ്ഫോടന പരമ്പരയിൽ. 92-ലോ 93-ലോ ഈ തർക്കമന്ദിരം തകർത്തു കഴിഞ്ഞ പിന്നെ. സാർ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നൊരു സാധ്യത, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ് ഇവരുടെ കയ്യിലേക്കൊക്കെ ഇറാൻ്റെ പക്കൽ ഇത്തരത്തിലുള്ള അണുവായുധം ഉണ്ടെങ്കിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത് അവരുടെ പ്രോക്സി ആയതുകൊണ്ട് സ്വാഭാവികമായി അത് എത്തിപ്പെടുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ട് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ലോകവ്യാപകമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമില്ലായ്മ ചെയ്യാനായിട്ടും സ്വാഭാവികമായിട്ടും കഴിയുക അമേരിക്കയ്ക്കാണ്. അമേരിക്ക ഇത് നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ഇറാൻ പക്ഷപാതികൾ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം അവർക്ക് ഇതുവരെയും കാര്യമായിട്ട് പരിക്കുകൾ, അതായത് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതല്ല, പൂർണ്ണമായിട്ടും ഇറാനെ ഇല്ലാതെയാക്കാനുള്ള സാധ്യതകളിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇറാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് അമേരിക്കയുടെ യൂണിറ്റ്സ് ഉള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് അടിയേൽക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം പോലെയല്ല. ഇത് ലോകമാകെ പ്രശ്നത്തിലാക്കപ്പെടുന്ന ഒരു യുദ്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ US-ഉം ഇസ്രായേലും തന്നെ ഇത് ഉടനടി തീർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തണ്ടേ? പ്രജിത, അവർ കേൾക്കണില്ല. ഇറാൻ കേൾക്കുന്നില്ല. ഇറാൻ ഇതിനകത്ത് ഒറ്റ അഗ്രിമെൻ്റേ ഉള്ളൂ ഇതിനകത്ത്. എൻറിച്ച്ഡ് യുറേനിയം ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്കോ അവർ നിർദ്ദേശിക്കുന്ന ഏജൻസിക്കോ കൈമാറുക, അതവർ ചെയ്യില്ല. ബോംബ് ഉണ്ടാക്കില്ല, പ്ലൂട്ടോണിയം സ്പെൻഡ് ഫ്യൂവലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അവർ കൊടുക്കുക. അതും കൊടുക്കാൻ തയ്യാറല്ല അവർ. ഈ രണ്ട് കാര്യം ഇറാൻ ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ആ നിമിഷം തീരും. അതെ, പക്ഷെ ഇങ്ങനെ തീരെ സമ്മതിക്കാത്ത IRGC പോലൊരു വിങ്ങാണ് ഇപ്പൊ അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവര് സ്വാഭാവികമായും സമ്മതിക്കില്ല എന്നുള്ളത് 100% സാധാരണക്കാരന് വരെ മനസ്സിലാവുന്നുണ്ട്. പിന്നെയും ഇത് വലിച്ചു നീട്ടുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അമേരിക്കയോട് ഉണ്ടാവുമല്ലോ. അമേരിക്ക അത് വലിച്ചു നീട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല പ്രജിത. കാരണം
അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇറാൻ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച കുറേ ഭരണകർത്താക്കളാണ്, എക്സ്ട്രീമിസ്റ്റുകളാണ്, ടെററിസ്റ്റുകളാണ്, റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്. അവർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അവർ അമേരിക്കേനെയും ഇസ്രായേലിനെയും നശിപ്പിച്ചു കഴിഞ്ഞിട്ടേ യുദ്ധം ഉള്ളൂ എന്ന ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ. അപ്പോൾ അവർ ഇത് കേൾക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആൾക്കാരെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും, അമേരിക്കയും. അവരിപ്പോൾ കടുത്ത രീതിയിൽ യുദ്ധം ചെയ്യണില്ലല്ലോ. അവർ ഈ പറഞ്ഞ പോലെ മിസൈൽ അറ്റാക്കും അതും ഇതുമൊക്കെ അല്ലേ അവർ ചെയ്യുന്നുള്ളൂ. പ്ലൂട്ടോണിയം കയ്യിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഡിഫൻസ് സൈറ്റുകളിൽ നിന്ന് വിദഗ്ധരും പറയുന്നത്. സാറ് പറഞ്ഞ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 200 ആണവ ബോംബുകളാണ് ഉണ്ടാക്കാനായിട്ട് അവരുടെ കയ്യിലുള്ള. 200-ലധികം. 200-ലധികം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല. എങ്ങനെ ചെയ്യാതെ യു ടെൽ മീ. അത് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അവരവിടെ ആയിക്കൂടി ഒരു ശരിയാക്കി കളയുമെന്ന് പലപ്പോഴും ട്രംപ് പറയും, പിന്നീട് ട്രംപ് പിന്നോട്ട് പോവുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോ ട്രംപ് ഇറാനെതിരെ ഒരു ആക്രമണം അഴിച്ചു വിട്ടിട്ടെങ്കിൽ വീണ്ടും ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കനെ ആയിരിക്കും. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്ക വീണ്ടും ഒറ്റപ്പെടും. അപ്പോൾ ഇത് വളരെ സ്ലോ ബിൽഡപ്പാണ്. ഇപ്പോൾ ഇറാനെതിരെയുള്ള കുറ്റാരോപണങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഇടഞ്ഞു നിന്നിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് സുരക്ഷിതമാക്കാൻ വേണ്ടി അവരുടെ നാവികസേനയെ ഡിപ്ലോയ് ചെയ്യുകയാണ്, അവിടേക്ക് വിന്യസിപ്പിക്കുകയാണ്. അത് തന്നെ ഒരു പോസിറ്റീവ് ലക്ഷണമാണ്. പിന്നെ വേറൊന്നുള്ളത്, ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ട് വളരെ പേരെടുത്തിട്ടുള്ള ഏജൻസികൾ പറയുന്നത് ലോകം ഒരു വലിയ വരൾച്ചയെയും ഭക്ഷ്യക്ഷാമത്തെയും നേരിടാൻ പോവുകയാണ്, തൊഴിലില്ലായ്മയെ നേരിടാൻ പോവുകയാണ് ഈ ഒരു യുദ്ധം കാരണം. അപ്പോൾ അതെല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. ഓടിപ്പോയി പെട്ടെന്ന് ഇറാനിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇറാൻ തകർന്നു പോകും, എത്രയോ കോടി ജനങ്ങളായിരിക്കും മരിക്കുക. അത് മാത്രമല്ല, ന്യൂക്ലിയർ ബോംബ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പാൻഡോരാസ് ബോക്സ് എന്ന് പറയില്ലേ, അത് തുറക്കുന്നതിന് തുല്യമാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ റേഡിയേഷൻ്റെ പവർ എത്ര നാൾ നിൽക്കും എന്നറിയാമോ? ഞാൻ പറയാറില്ലേ, 1 ഗ്രാം, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാം നമുക്ക്, 1 ഗ്രാം പ്ലൂട്ടോണിയം നമ്മൾ എക്സ്പ്ലോഡ് അവിടെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയേഷൻ എത്രയോ കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളെയും വൻ സ്ട്രക്ചറുകളെയൊക്കെ ബാഷ്പീരിച്ച് കളയും. അത് ബാക്കി ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഈ റേഡിയേഷൻ ചുമ്മാ തീരില്ല, പറന്നു പോവില്ല. 1 ഗ്രാം പ്ലൂട്ടോണിയം 1/2 ഗ്രാം പ്ലൂട്ടോണിയമായിട്ട് കുറയണമെങ്കിൽ, അതായത് 1 ഗ്രാം പ്ലൂട്ടോണിയം സൃഷ്ടിക്കുന്ന റേഡിയേഷൻ 1/2 ഗ്രാം പ്ലൂട്ടോണിയം അതിൻ്റെ റേഡിയേഷനായിട്ട് കുറയണമെങ്കിൽ അതിന് പറയുക ഹാഫ് ലൈഫ് പീരീഡ് എന്നാണ് പറയുക. എൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിയാമുള്ള ഡിക്ഷണറിയിൽ നോക്കുകയുള്ളൂ. 27,000 വർഷമാണത്. അപ്പോൾ എത്ര തലമുറകൾ സഹിക്കേണ്ടി വരും? അവർക്ക് ഒരു തവണ ന്യൂക്ലിയർ ബോംബ് കൊണ്ടുവന്ന് ഇട്ടു ജപ്പാൻ നാഗസാക്കിയും ഹിരോഷിമയിലും അമേരിക്ക. അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് ഇന്നും ജപ്പാൻ മോചിതരായിട്ടില്ല. അപ്പോൾ അവരത് കണ്ടിട്ട് ഭാവി തലമുറയെ എന്തിനാ ഞങ്ങളത് കഷ്ടത്തിലാക്കണേ എന്നുള്ള രീതിയിൽ അവർ പിൻവാങ്ങി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഡ്രോൺസും പിന്നെ ഇൻ്റർകോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യണ മുഴുവനും. ഭാവി തലമുറ ഒരു കാരണവശാലും ബുദ്ധിമുട്ടരുത്, അസുഖം ബാധിക്കരുത്. ഈ ചെർണോബിൽ പ്ലാന്റ് പൊട്ടിത്തെറിച്ച് സോവിയറ്റ് യൂണിയനിലെ എത്ര പേരാ മരിച്ച്, അതിൻ്റെ ഇഫക്റ്റ് ഇന്ന് വരെ അവിടെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. അപ്പോൾ അത് നോക്കിയും കണ്ടേ അവർ നിൽക്കുകയുള്ളൂ. അത് കാലക്രമേണ ഈ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ്റെയും ആഫ്രിക്കയുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഇറാൻ കീഴടങ്ങാൻ മതി, ഇറാൻ എല്ലാം നിർത്തിവെക്കാൻ മതി. ഇറാനെ സംബന്ധിച്ചിടത്തോളം എനർജി വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതിനാരും ഒബ്ജക്റ്റ് ചെയ്യണില്ല, എതിർക്കണില്ല. പക്ഷേ ഈ ഫ്യൂവലില്ലേ, യുറേനിയം ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ഉണ്ടാകുന്ന സ്പെൻഡ് ഫ്യൂവൽ, അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇറാൻ അറിയാൻ പാടില്ല. അതിൽ നിന്ന് വീണ്ടും റിയാക്ടറുകൾ കൊണ്ടുപോയി ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആ സ്പെൻഡ് ഫ്യൂവലിലുള്ള പ്ലൂട്ടോണിയം എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. അത് അവർ ചെയ്യരുത് എന്നാണ് അവരോട് എല്ലാവരും പറയുന്നത്. ഇനിയുള്ള 3-4 ദിവസങ്ങൾ വളരെ
തന്ത്രപ്രധാനമായിരിക്കും. അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറാൻ്റെ പ്രപ്പോസൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് 14 ഡിമാൻഡ്സ് എന്തൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ഒറ്റ സിംഗിൾ ഷീറ്റ് പേപ്പറിനകത്ത്. അത് എത്രമാത്രം മുന്നോട്ട് പോകും, അതിന് അമേരിക്കയ്ക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനേ പറ്റുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.